ഹലോ! ഇന്നൊരു വൺ ഡേ ട്രിപ്പിന്റെ കഥയാണ് ട്ടോ. നമ്മൾ കുറച്ച് ദിവസായല്ലേ വ്ലോഗും കാര്യങ്ങളെല്ലാം എടുത്തിട്ട്. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു. ഞാൻ അവിടെ ഇരുന്ന സമയത്താണ് ദീപിക എന്നോട് പറയുന്നത് എന്തേ വ്ലോഗ് എടുക്കുന്നില്ലേ എന്നുള്ളിൽ. അന്നേരാണ് ഓർമ്മ വന്നത് ട്ടോ. അപ്പോൾ രാവിലെ നമ്മളൊരു 6 മണി ആ ഒരു ടൈമിൽ തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെ കാത്തിക്കേണ്ട ഈ തിരക്കിൽ നമ്മളവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് ആ ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാനെല്ലാം കയറി. അപ്പോയിട്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ആഹ് പ്രതീക്ഷിക്കാണ്ട് എടുത്തൊരു തീരുമാനമായിരുന്നു ഈ ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയുന്നത്. കാരണം റെഡ് അലർട്ടും കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ പ്ലാൻ സെറ്റ് ആക്കുന്നത് തന്നെ. നല്ല വൈബോടെ പാട്ടും ഡാൻസ് എല്ലാം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കൂർഗിലേക്ക് പോകുന്നത്. എത്ര പേരെ എത്തുമെന്ന് അറിയാതെ ആണ് പോകുന്നത്. പക്ഷെ ദൈവം സഹായിച്ചിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ വണ്ടിയിലുള്ള പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയത്ത്. അതും കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ പോയത് മൗണ്ടൻ വ്യൂയിലേക്കാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മൾ ലൊക്കേഷനൊക്കെയാണ് കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എൻ്റെ ഒപ്പം വരുന്ന ആൾക്കാരെ നമ്മൾ ആ ഒരു ഹാപ്പിനെസ്സും നമ്മൾ തന്നെ ഹാപ്പി ആവുന്ന ഒരു മൊമെന്റും കാര്യങ്ങളെല്ലാം കേട്ടോ. ഒരുപാട് കാപ്പിത്തോട്ടം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ കാപ്പിത്തോട്ടത്തിൽ നടുക്കൂട്ടാണ് നമ്മൾ ആ മൗണ്ടൻ വ്യൂവിൻ്റെ അടുക്കെ പോകേണ്ടത് കേട്ടോ. കുറച്ച് നടക്കാനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ചെറിയൊരു തണുപ്പും മഴയും അതിനിടയ്ക്കൂട്ട് നടക്കുന്ന ആ ഒരു സംഭവം അടിപൊളിയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വ്ലോഗ് എടുക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്നെ കളിയാക്കുന്നതാണ് കേട്ടോ. വ്ലോഗർ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് കളിയാക്കുന്നതെങ്കിലും അവരൊക്കെ എന്നെ അത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തതാണ്. ഇങ്ങനത്തെ ഒരു ഗ്യാങ്ങിനെ കിട്ടിയത് എന്താ പറയാ ഭയങ്കര ബ്ലെസ്സിങ് ആണ് കേട്ടോ. അങ്ങനെ വ്യൂ പോയിന്റ് കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ നേരെ അതിന്റെ മേലേക്കാണ് പോയത്. അവിടെ ഒരു കോഫിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറെ അവരുടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത കുറെ ഐറ്റംസ് കാര്യങ്ങൾ വൈന് നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ എന്തൊക്കെയോ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. നല്ല വ്യൂ ആണ് കേട്ടോ അവിടുന്നും. എന്താ പറയാ സമാധാനത്തോടെ നല്ല മഴയുള്ള സമയത്ത് ചെറിയ ചൂട് കാപ്പിയും നൈസ് വൈബായിരുന്നു. അതിനുശേഷം നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതിനുശേഷം നമ്മൾ പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. ഞാനൊരു 2-3 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ അധിക സമയം നിന്നിട്ടുണ്ടായില്ല. കാരണം വീട്ടിൽ നിന്നൊക്കെ എല്ലാവർക്കും വിളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി നമ്മൾ കുറച്ച് ഫോട്ടോസും പിക്കും എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ വേഗം തന്നെ അവിടുന്ന് മടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും. അങ്ങനെ നമ്മൾ വേഗം റിട്ടേൺ മടങ്ങി. പിന്നെ നമ്മൾ ഇനി നേരെ പോകുന്നത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇരുട്ടിക്ക് എത്തിയാലും ഒരു മന്തിക്കടയിൽ നിന്ന് നമ്മൾ മന്തിയൊക്കെ ഒരാൾ ഓരോ ഐറ്റംസ് ആണ് കേട്ടോ വാങ്ങിയത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മന്തി. എനിക്ക് കൂടുതൽ അറിയില്ല, ഞാൻ മന്തി കഴിക്കാത്തത് കൊണ്ട്. അങ്ങനെ അവർ അതൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചു. നേരെ വീട്ടിലേക്കാണ് മടങ്ങിയത്. ഇത് കുറച്ച് പിക്സ് ആണ് കേട്ടോ നമ്മൾ പോയതിന്റെ. ഭയങ്കര നല്ല മെമ്മറി കാര്യങ്ങളെല്ലാം ആയിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തു. കൂടുതൽ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാളും കൂടുതൽ അത് ഫീലായി. എനിവേ അടിപൊളി ട്രിപ്പായിരുന്നു. ഇനി ഇതേപോലത്തെ ട്രിപ്പ് പോകാൻ വേണ്ടി പറ്റട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.